ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? നിങ്ങൾക്കൊക്കെ ഒന്ന് എന്തായിരുന്നു ചായക്ക് ബ്രേക്ക്ഫാസ്റ്റ്? ഇവിടെ ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി. ചപ്പാത്തിക്ക് ഗ്രീൻ പീസിൻ്റെ കറിയായിരുന്നു കേട്ടോ. ചായ കുടിച്ച് ഒരു 11 മണിയൊക്കെ ആയ ശേഷം ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് പോയിട്ടോ. ധന്വന്തരി ക്ഷേത്രത്തിലേക്കാണ് പോയത്. ഈ രോഗശമനത്തിനൊക്കെ ധന്വന്തരി ക്ഷേത്രത്തിൽ പോയി തൊഴുകുന്നത് നല്ലതാണ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ പോയി രോഗശമന പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാനും അമ്മയും അടുത്തുള്ള ഒരു ചേച്ചിയും കൂടെയാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോയത്. മോനും ഉണ്ടായിരുന്നേ. വലിയ മോന് സ്കൂളിലേക്കൊക്കെ വിട്ട ശേഷമാണ് ഞങ്ങൾ പോയത്. അവിടെ നിന്ന് പ്രതിഷ്ഠാ ദിനമാണ് കേട്ടോ. ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോഴേക്കും ഒരു 11:30 ആയിട്ടുണ്ടേ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി. അകത്ത് നട അടച്ചതായിരുന്നു കേട്ടോ. നട തുറന്ന ശേഷം അകത്തൊക്കെ കയറി തൊഴുതുവേ. ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നേ. അങ്ങനെ പ്രസാദമൊക്കെ കിട്ടി. പ്രസാദം വാങ്ങിച്ച ശേഷം ഇവിടെ പ്രഭാഷണം ഉണ്ടായി. പ്രഭാഷണം കേട്ട് കുറേ സമയം ഇരുന്നു കേട്ടോ. അയാൾ പ്രസംഗിക്കുന്നത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സമയം പോകുന്നതേ അറിയില്ലേ. അങ്ങനെ കുറേ സമയം ഞങ്ങൾ അതൊക്കെ അവിടെ കേട്ടിരുന്നു. കുറച്ച് ഭാഗങ്ങൾ ഞാൻ കേൾപ്പിച്ച് തരാം കേട്ടോ. ഇത് കേട്ട് നോക്കൂ. ഗ്ലാസ്സിക്ക് ലേശം ഒഴിക്കുമ്പോൾ ഇഷ്ടമായി പോകരുത്. കുറച്ച് ഒഴിച്ചിട്ട് അവിടെ കൊണ്ടുപോയിരിക്കും. അവിടെ റൂമിനുള്ളിൽ മുദ്രവെക്കരുത്. റൂമിനുള്ളിൽ കൊണ്ടുപോയി എന്നിട്ടോ ഒരു വാഴേൻ്റെ ഇല എടുത്തിട്ട് 2-3 തുള്ളി അവിടെ ഇട്ടു. എന്തിനാ ഇത് വാഴേൻ്റെ ഇല കൊണ്ട് 2-3 തുള്ളി അങ്ങോട്ട് ഇറ്റിച്ചു കൊടുക്കുന്നത്? ഇത് പ്രസാദമായി കിട്ടാനാണ്. ഏത് ഗ്ലാസ്സിൽ അല്ലാതെ കാരണവരോടുള്ള സ്നേഹം കൊണ്ടല്ല, സമർപ്പിച്ചത് പ്രസാദമായി. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത്? എന്നിട്ട് എന്ത് ചോദിച്ചാൽ വേഗം എടുത്തോണ്ട് വരും. കാരണം മുഴുവൻ കുടിച്ചാൽ കുടിക്കില്ല. എടുത്തോണ്ട് വന്നിട്ട് കൊണ്ടോന്ന് മാതൃക്കുപ്പിയിലേക്ക് അങ്ങോട്ട് ഒഴിക്കും. എന്നിട്ടൊരു കുലുക്കും. അപ്പൊ മൊത്തം എന്തായി? മുണ്ടല്യങ്ങള് മൊത്തം എന്തായി? പ്രസാദമായി. എന്നിട്ട് ഈ കാരണവന്മാർ ചെയ്യുന്ന വേലത്തരം നോക്കണം. പരത്തി അടിക്കും. അവിടെ ഒരു തരത്തിലുള്ള പരത്തി അടിക്കണം. അവിടെ ഒരു തരത്തിലുള്ള ഗുരുത്തക്കേടുമില്ല. പഠിക്കേണ്ട സമയത്ത് ഇതൊന്നും പഠിക്കാതെ മേപ്പെട്ട് നോക്കിയാണെന്ന് സമൂഹത്തെ തലതിപ്പിക്കാൻ നോക്കിയാൽ കൈ പരത്തി ഒന്ന് പൊട്ടിക്കാൻ വേണ്ടി. ഇതൊക്കെ കേട്ട് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പ്രസാദ ഊട്ടിന് പോയേ. ഉച്ചഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല സദ്യയായിരുന്നു കേട്ടോ. പഞ്ചാര പായസവും പപ്പടവും എല്ലാം ഉണ്ടായിരുന്നേ. അതൊക്കെ കൂട്ടി ഞാൻ ഭക്ഷണം കഴിച്ചു കേട്ടോ. എനിക്ക് ഈ അമ്പലത്തിലത്തെ ഭക്ഷണത്തിന് ഒരു പ്രത്യേക സ്വാദ് തോന്നാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എനിക്ക് നല്ല ഇഷ്ടമാണ് അമ്പലത്തിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കാൻ. ആ സ്വാദം എങ്ങനെയായാലും നമ്മൾ വീട്ടിൽ വെച്ചാൽ കിട്ടില്ല അല്ലേ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു.